എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 106-ാം സങ്കീർത്തനം 15-ാം വാക്യം. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണനെ ക്ഷയം അയച്ചു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വന്ന ഇസ്രായേലിനെ കുറിച്ചാണ് നാം ഈ ഭാഗത്ത് വായിക്കുന്നത്. യാത്ര ചെയ്ത് വരുമ്പോൾ വേണ്ടതൊക്കെ ദൈവം അവർക്ക് നൽകി ആദരിച്ചു. എന്നാൽ അവർ പല പ്രാവശ്യം പിറുപിറുത്തിട്ടുണ്ട്. അവരെ നശിപ്പിക്കാതെ കൊണ്ടും മോശ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്നു. ഇങ്ങനെ വരുന്ന വഴിയിൽ ഇറച്ചി തരുവാൻ കഴിയുമോ എന്നവർ ദൈവത്തെ പരീക്ഷിച്ച് ചോദിച്ചു. ദൈവം അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു എന്ന് സംഖ്യാപുസ്തകം 11-ാം അധ്യായം നാം പഠിക്കുന്നു. ദൈവഹിതം അല്ലാതിരുന്നിട്ടും അവർ അപേക്ഷിച്ചത് ദൈവം കൊടുത്തു. നമ്മൾ പലപ്പോഴും അപേക്ഷിക്കുന്നത് ദൈവത്തിന്റെ നേരിട്ടുള്ള ഹിതം അല്ലെങ്കിൽ പോലും നമുക്ക് ദൈവം തരും. എന്നാൽ പിന്നീട് നമുക്ക് അത് പ്രയാസമായി തീരാൻ സാധ്യതയുണ്ട് എന്ന് പല തെളിവുകൾ തിരുവഴുത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയുന്നു. ദൈവം അവർക്ക് കാടയെ കൊടുക്കുമ്പോൾ സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ജനം എഴുന്നേറ്റു, അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റേന്നാൾ മുഴുവനും കാളയെ പിടിച്ചു. നമ്മ കുറച്ചു പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിന്റെ ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പ് തന്നെ യഹോവയുടെ കോപം ജനത്തിന് നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവർ അപേക്ഷിച്ചതിനെ ദൈവം അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണനിക്ഷയം അയച്ചു. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ആ സ്വഭാവം നമ്മളൊന്ന് പഠിച്ചാൽ, ദൈവം കാളയെ അയക്കുമ്പോൾ പകൽ മുഴുവൻ പിടിക്കുന്നു, രാത്രി മുഴുവൻ പിടിക്കുന്നു, അടുത്ത ദിവസവും പിടിക്കുന്നു. ഓവർ ടൈം കാളയെ പിടുത്തം. നാം ഓർത്ത് നോക്കുക, ഒരു ഓൾ നൈറ്റ് പ്രയർ സംഘടിപ്പിച്ചാൽ, മോശ വിളിച്ചു കൂട്ടിയാൽ ഇവരിൽ എത്ര പേര് കാണും? എന്നാൽ കാളയെ പിടിക്കാൻ ഓവർ ടൈം എടുത്ത് പിടിക്കുക. പകല് പിടിക്കുന്നു, രാത്രി പിടിക്കുന്നു, അടുത്ത ദിവസവും പിടിക്കുന്നു. പക്ഷേ 12 പറയൊക്കെയാണ് സാധാരണക്കാർ പിടിച്ചു കൂട്ടിയത്. പക്ഷേ അതെല്ലാം ഭക്ഷിപ്പാൻ കഴിയാതെ പോയി. അതവിടെ വായിൽ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം ഒരു ബാധ, ഒരു സംഹാരം അവരുടെ ഇടയിൽ അയക്കും. ദൈവം നമുക്ക് നൽകുന്ന ഒരനുഗ്രഹവും ദൈവം നമ്മെ നശിപ്പിക്കാനോ സംഹരിക്കാനോ അല്ല. പക്ഷേ നാം ചോദിക്കുന്നത് ദൈവത്തിന് പ്രസാദം ഉള്ളത് ആയിരിക്കണം. നമ്മളെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഒരു കാര്യം, ഗെത്സമന തോട്ടത്തിൽ നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നാൽ പല ട്രാൻസ്ലേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എങ്കിലും ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം നീങ്ങുന്നില്ലെങ്കിൽ ഇതാ ഞാൻ അതിനായി സമർപ്പിക്കും. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം അപേക്ഷിക്കും. യോഹന്നാനും അതല്ലേ പറയുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ അപേക്ഷിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ഇഷ്ടപ്രകാരം അപേക്ഷിച്ചില്ലെങ്കിലും ഒരുപക്ഷെ തരും. അത് നമുക്ക് പ്രയാസവും ദുഃഖവുമായി തീരും. ആകയാൽ ഈ വചനം നാം മനസ്സിലാക്കുമ്പോൾ നാം അപേക്ഷിക്കുന്നത്, നാം ചോദിക്കുന്നത് കർത്താവിന് പ്രസാദവും
ദൈവഹിതവും ആയിരിക്കട്ടെ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നന്മയും പൂർണ്ണപ്രസാദവുമായ ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുകയും. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനങ്ങളുടെ എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.